എല്ലാവർക്കും സുഖമല്ലേ മക്കളെ? ആനന്ദവല്ലി ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് എല്ലാവരും ഉച്ചക്കത്തെ ഭക്ഷണമൊക്കെ കഴിഞ്ഞോ? നമുക്ക് നേരം പോയി. ഞാൻ ഒരു കഷ്ണം ചേന, ഒരു 1/2 കിലോ ചേന വാങ്ങി തോലി എത്തി വെച്ചിട്ടുണ്ട്. ഒരു കറി വെക്കാനാണ്. അതും പിന്നെ ഒരു മുറി തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട്. തേങ്ങ, ജീരകം, കറിവേപ്പില. അപ്പോൾ ഈ തേങ്ങയും ഈ ജീരകവും പിന്നെ അതിൽ കുറച്ച് മഞ്ഞളും കൂട്ടിയിട്ട് കുറച്ച് കാന്താരി മുളകും അതിൽ കൂട്ടും. എന്നിട്ട് അത് അരക്കും. എന്നിട്ട് അരച്ചിട്ടാണ് മഞ്ഞളും കൂട്ടി ചേന അടുപ്പത്ത് വെച്ച് വേവിക്കും. ചെറിയ കഷ്ണമാക്കി മുറിച്ചിട്ട് ഒന്ന് അടുപ്പത്ത് വെക്കും. നേരം കാണിക്കാം. പിന്നെ കുറച്ച് കാന്താരിയും തേങ്ങയും എല്ലാം കൂടി അരക്കും മഞ്ഞളും കൂട്ടിയിട്ട്. അത് അരച്ചിട്ട് ചേനയെല്ലാം വെന്ത് മഞ്ഞളും കൂട്ടി തേങ്ങ വെന്ത് കഴിഞ്ഞതിന് ശേഷം നല്ല വൃത്തിയിൽ ഉടച്ച് പാകം വരുത്തിയിട്ട് പിന്നെ തേങ്ങ അതിനെ അരച്ചിട്ട് കലക്കി എല്ലാം തിളപ്പിച്ചിട്ട് കുറച്ച് കൊഴുപ്പിനോടെ കൂടിയിട്ട് വാങ്ങും. ചേന എലിശ്ശേരി എന്ന് പറയും നമ്മൾ. ചേന മുളകെന്നും പറയും, എലിശ്ശേരി എന്നും പറയും. അത് തിളച്ച് വാങ്ങി വെച്ചതിൻ്റെ ശേഷം ഒരു കഷ്ണം ചെറിയ തേങ്ങ കഷ്ണവും ഒരു ചെറിയ 2 ഉണക്കമുളകും കുറച്ച് കറിവേപ്പിലയും പിന്നെ ഒരു ചെറിയ കഷ്ണം ഉള്ളിയും കൂട്ടിയിട്ട് അരിഞ്ഞിട്ട് ഇതിന് വറക്കും. വെളിച്ചെണ്ണ വെച്ചിട്ട് വറുത്തിട്ട് അന്ന് ഇത് നമ്മൾ കറിയാക്കുക. അന്നതിന് ശേഷം കൂട്ടാൻ നല്ല ടേസ്റ്റാണ്. നിങ്ങളൊക്കെ ഉണ്ടാക്കി കൂട്ടി നോക്കണേ. എലിശ്ശേരി എന്നൊന്ന് പറയാം. അപ്പോൾ അത് എല്ലാവരും ഉണ്ടാക്കണം, കൂട്ടണം. അപ്പോൾ എല്ലാവരും എന്ത് വേണമെന്ന് വെച്ചാൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ മോളെ എനിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണേ. അപ്പം ഞാനിത് എല്ലാം മുറിച്ചിട്ട് അടുപ്പത്ത് വെക്കാൻ നോക്കട്ടെ. അപ്പോൾ കാണിക്കാം. ശരി, ഞാൻ മുറിച്ചിരുന്നില്ല. ചെറിയ കഷ്ണാക്കിയിട്ട് ഇങ്ങനെ ആണിയാക്കി മുറിക്കും. എലിശ്ശേരി വെക്കാൻ എന്നിട്ടാണ് വെക്കുക. നിങ്ങളെല്ലാം ഇങ്ങനെ വെക്കലുണ്ടാ? തേങ്ങയും ജീരകമൊക്കെ അരച്ചിട്ട് എല്ലാവരും ഉണ്ടാക്കണേ. അപ്പം നമ്മളെ ഈ നാട്ടിൽ ഇങ്ങനത്തെ കറിയെല്ലാം വെക്കുക. ചേനയുണ്ട്, ചേന പുഴുങ്ങും, ചേനക്കറി വെക്കും. മോൻ ബസ്സിലാണ് കണ്ടക്ടറായിട്ട് പണിയെടുക്കുന്നത്. മോൻ്റെ ഭാര്യ ഇവിടെയുണ്ട്, ഓളത്ത് പുറത്ത് പോയിട്ട്. അപ്പോൾ ഞാനിത് എല്ലാം ചെയ്യാനാണ് വേണ്ടി നോക്കുന്നത്, കറി വെക്കാൻ. അവരത് അങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ എവിടെയൊക്കെ സമയം ഉണ്ടെങ്കിൽ ചെയ്തു തരും. ഇല്ലെങ്കിൽ ഞാൻ ഒറ്റക്ക് വേണം. ഞാൻ ചില സമയം ഫോണെല്ലാം കയ്യിൽ പിടിച്ച് ഒറ്റക്കാണ് ചെയ്യാറ്. അപ്പോൾ എന്തെങ്കിലും തെറ്റുകുറ്റാലുണ്ടെങ്കിൽ മക്കളെ എല്ലാവരും എനിക്ക് വേണ്ടിയിട്ട് ക്ഷമിക്കണേ, സപ്പോർട്ട് ചെയ്യണേ. എനിക്ക് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം. ഇനി ഇത് ഞാൻ അടുപ്പത്ത് വെക്കട്ടെ. ചേന കഴുകി കൊണ്ടച്ചു മക്കളെ. അടുപ്പത്ത് കുക്കറിൽ വാരിയിരുന്നേ. എല്ലാം മുറിച്ച് കഴുകി അടുപ്പത്തിരുന്ന കുക്കറിൽ. കുറച്ച് മഞ്ഞൾപ്പൊടി മഞ്ഞളിട്ട് എല്ലാം ടൈപ്പുണ്ട്. ഉപ്പ് ചേർക്കുന്നുണ്ടേ. ഉപ്പിടുന്നു. ഉപ്പ് ഇനി ലേശം കുറച്ച് കറിവേപ്പില, 2 കറിവേപ്പില അതും ചേർത്ത് ഇനി പറിച്ചുകൊണ്ടിട്ടാകുമ്പോൾ കറിവേപ്പില. ഇനി ഇത് കുറച്ച് വെള്ളം ഒഴിച്ചെടുപ്പത്ത് വെക്കുന്ന. വെള്ളം അടുപ്പത്ത് പാരട്ടെ. വെള്ളം ഒഴിച്ചു. വെള്ളം പരിപ്പ് ചേർക്കും. പരിപ്പ് ചേർത്താലും നല്ലതാന്ന്. പക്ഷെങ്കിൽ പരിപ്പ് ഇവിടെ കൊണ്ടുവന്നതില്ല, അതുകൊണ്ടാണ് ഞാൻ പരിപ്പ് ചേർക്കാത്തത്. അടുപ്പത്ത് വെക്കട്ടെ. അടുപ്പത്ത് വെക്കട്ടെ. ചേന അടുപ്പത്തുനിന്ന് വെന്ത് റെഡിയായി. ഇനിയിപ്പോൾ ഇതിൽ തേങ്ങ ചേർക്കണം. അരപിടി ചേർക്കും തേങ്ങ.
തേങ്ങയും ജീരകവും കൂടി അരച്ച് ചേർത്തിയാണ്. ഇച്ചിരി വെള്ളം കുറവുണ്ട്. കുറച്ച് വെള്ളത്തിന് കുറവുണ്ട്. വെള്ളം കുറവാ. നോക്കട്ടെ. എരിവലുണ്ട് അല്ലേ? കറിവേപ്പില കിട്ടി, ഞാൻ പറിച്ചു കൊടുന്ന് പോയിട്ട് ഇടുന്നുണ്ടേ. കറിവേപ്പില കുളന്തോടെ ഇടാം ഒന്ന്. കറിവേപ്പില പറിച്ചു കൊടുന്ന് പോയിട്ടേ, പറിച്ചു കൊണ്ടുവന്ന് കഴിയതാ. കറിവേപ്പില ഇടുന്നുണ്ട് വറവിന്. ഇതാ കരിവേപ്പില, ഉണക്കമുളക്, ഇതാ ഉണക്കമുളകും കറിവേപ്പിലയും തേങ്ങയും ചെറിയ ഒരു കഷ്ണം ഉള്ളിയും എല്ലാം കൂടി വറുത്ത് ചോക്ക വറുത്തിട്ട് ഒഴിക്കുന്നുണ്ട് കറിയിൽ. ഇതാ വറുത്തിട്ട് ഈ ചെരിഞ്ഞു. ആവി കറി 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 റെഡി. ഇനി എല്ലാവരും ചോറുണ്ണ മക്കളെ. ചേനക്കറി റെഡി. ഇതാ കാന്താരിയും മഞ്ഞളും ജീരകവും എല്ലാം അരച്ച് നല്ല ചന്ദനം പോലെ അരച്ചിട്ട് കറിയിൽ ഒഴിച്ചു. എന്നിട്ട് നല്ല വൃത്തി തിളപ്പിച്ച് തേങ്ങയും തിളപ്പിച്ച് വാങ്ങി വെച്ചിട്ട് തേങ്ങ അരിഞ്ഞിടുകയല്ല ചെയ്തത്. ഞാൻ ചിരകിയിട്ട് തേങ്ങ പിന്നെ കുറച്ചതിലിട്ട് കടുക് ഇട്ടു, ഉണക്കമുളക് ഇട്ടു, കറിവേപ്പില ഇട്ടു, ചെറിയ ഒരു കഷ്ണം ഉള്ളിയും ഇട്ടിട്ട് വറവ് കഴിച്ചു. അതാണ് കറി. എല്ലാവരും ഉണ്ടാക്കണേ, ഉണ്ടാക്കി കഴിച്ചു നോക്കണേ. പിന്നെ ഇത് ഇന്നലെ ചക്ക ഉണ്ടാക്കിയേനു. ചക്ക അമ്മിച്ചക്കയില്ലേ, ഇടിച്ചക്ക, അത് ഇന്നലെ ഉണ്ടാക്കിയതാണ്. അതിപ്പം ലേശം ഉണ്ടായിരുന്നു ഇവിടെ ഫ്രിഡ്ജിൽ വെച്ച്. അത് ഞാനിപ്പം എടുത്തതാണ് ചോറിന് കൂട്ടാമല്ലോ. ചോറ് എടുത്തുകൊണ്ടിട്ടാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. എല്ലാവരും ഉണ്ടാക്കി കഴിച്ചു നോക്കണോ മക്കളെ. എന്തെങ്കിലും തെറ്റും കുറ്റലും ഉണ്ടെങ്കിൽ കമൻറ്റിലെ കൂടി അറിയിക്കണം എന്നെ. പിന്നെ എല്ലാവരും കാണണം. എനിക്ക് ഒന്നാമത്തേൽ പ്രായമെല്ലാം കൊണ്ട് ഒരിക്കൽ പറഞ്ഞത് മറന്നു പോകും. പിന്നെ ഞാൻ പറഞ്ഞ് എന്നെ വീണ്ടും വീണ്ടും പറയും. അതുകൊണ്ട് എല്ലാവരും എനിക്ക് വേണ്ടിയിട്ട് പിന്നെ സന്തോഷിച്ച് സബ്സ്ക്രൈബും എല്ലാം ചെയ്യുക. ഞാൻ പറഞ്ഞിട്ടുണ്ട് നേരത്തെ. അപ്പോൾ തെറ്റുകുറ്റങ്ങളെല്ലാം ഉണ്ടെങ്കിൽ ഉണ്ടാവും എനിക്ക്. അപ്പോൾ അതുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക. എന്നിട്ട് എനിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുക. ഞാൻ ചോറ് തിന്നുന്ന കറി ഒരു ഉള്ളി വെച്ചിട്ട്, കുട്ടികളാരും ഇവിടെ ഇല്ല, ഞാനേ ഉള്ളൂ. ഒരു പൊടി ചോറ് തിന്നാ ഞാൻ തനിച്ചാൽ കൊണ്ടൊന്നും കാണിക്കാൻ പറ്റില്ല. തിന്നു നല്ല രുചിയുണ്ട് മക്കളെ. എല്ലാവരും ഉണ്ടാക്കി കഴിക്കണേ. ഇത് മിറ്റത്തെ ഡാമിൽ ഒരു ചക്കപ്പൊതുണ്ടായില്ല, അത് പറിച്ചിട്ട് ഇന്നലെ ഓള് ചതിച്ച് വറുത്തതാണ് മോള്. നല്ല രസമുണ്ടല്ലോ. കറിയാൻ നല്ല രുചിയുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം, കഴിക്കണം. എന്നിട്ട്
നമ്മളെ ഇവിടുത്തെ രുചി ഇങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കുക. നിങ്ങൾ ഉണ്ടാക്കുന്നത് ഇങ്ങനെ ഉണ്ടാക്കുമോയെന്ന് അറിയില്ല. നമ്മൾ ഉണ്ടാക്കുന്ന കാണുന്നുണ്ട്. നമ്മൾ മുളക് പൊടിയില്ലേ, ഉണക്കമുളക് അരച്ചിട്ട് വെക്കും. അന്നേരം ചുവന്ന കറിയായിരിക്കും. അതുകൊണ്ട് ഞാൻ കാന്താരി മുളക് അരച്ചു. കാന്താരി മുളക് അരച്ചുകൊണ്ട് ആ ചുവപ്പില്ലാതെ കൊണ്ട് മഞ്ഞളും കൂടിയിട്ട് ആകുമ്പോൾ ഈ കളർ കിട്ടി. നമ്മളെല്ലാം പണ്ടെല്ലാം ചേനയും ചേമ്പലെല്ലാം കറിയും കാച്ചിലും ഒക്കെ അല്ലേ വെക്കുക. അപ്പോൾ അതെല്ലാം ഉണ്ടാക്കും കഴിക്കും. പീടികയിൽ തന്നെ ഇങ്ങനെ തക്കാളിയും മണ്ടക്കി മടിച്ച് എപ്പോഴൊന്നും വെക്കില്ല. ഇപ്പം അല്ലേ പീടികയിലത്തെ എല്ലാ സാധനങ്ങളെല്ലാം ഇഷ്ടം പോലെ എല്ലാം വാങ്ങി വെക്കുന്നത്. പണ്ടെല്ലാം അങ്ങനെയല്ല. നമ്മൾ കാട്ടിൽ പോയി പറമ്പത്ത് നിന്ന് താള് മുറിച്ചു, ചേമ്പിൻ തണ്ട് മുറിച്ചു. പണ്ട് കാട്ടുചേനേൻ്റെ തണ്ട് മുറിച്ചിട്ട് നമ്മൾ പുളിങ്കറി വെക്കും. അത് ഒരു ദിവസം ഞാൻ ഒരു ചേന കളിച്ച് കൊണ്ടുവന്നിട്ട് എല്ലാവരും പറഞ്ഞു കർക്കിടക മാസത്തിൽ കളിച്ചിട്ട് മുറിച്ച് പുഴുങ്ങിയാൽ നല്ലതാണ്, കഴിക്കാമെന്ന് പറഞ്ഞു. ചൊറിയൊന്നും ഇല്ലയെന്ന്. ഞാനത് പറിച്ച് കൊണ്ടുവന്ന് വലിയ ചൊക്കൊന്ന് നല്ല ചേന കാണാൻ മുറിച്ചിട്ട് എല്ലാം അടുപ്പത്ത് വെച്ച് വേവിച്ച് നോക്കുമ്പോൾ ചൊറിഞ്ഞിട്ട് അങ്ങ് എടുത്തുകൂടാ. എന്താണ് അതിൻ്റെ തണ്ട് പുളിങ്കറി വെക്കും. പുളിങ്കറിയിലിട്ടിട്ട് അത് വെക്കും. പിന്നെ ചെറിയ മറ്റേ കാട്ടുതാള ഇനി ഉണന്നിട്ട് അതും പുളിങ്കറി വെക്കും. നല്ല ഉലുവിയെല്ലാം വറുത്തിട്ട് മുളകും തേങ്ങയെല്ലാം അരച്ച് ഉലുവിയെല്ലാം വറുത്തിട്ടാൽ നല്ല രസമാണ്. പരിപ്പിടാണ്ടാണ് വെക്കുക. പരിപ്പിട്ടാൽ അതിൻ്റെ രുചി കിട്ടില്ല. അപ്പം പരിപ്പിടാണ്ട് ഇങ്ങനെ വെക്കും. എല്ലാവരും ചോറെല്ലാം ഉണ്ടോ മക്കളെ? ഞാൻ ചോറ് ഉണ്ണാം. ചേന നല്ലോണം പാകം വന്ന് നല്ല ഇതാ നല്ല ചേനക്കറിയായി. നല്ല കറി, നല്ല രുചിയുണ്ട്. എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കണേ.